പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ജെറമിയ 4:3 തിരുവചനം പറയുന്നു, നിങ്ങളുടെ തരിശു ഭൂമി ഉഴുതുമറിക്കുവിൻ, മുള്ളുകൾക്കിടയിൽ വിത്ത് വിതയ്ക്കരുത് എന്ന്. നമ്മുടെ ഹൃദയം നല്ല നിലങ്ങളാകണം. അതാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-23 തിരുവചനത്തിൽ നാം കാണുന്നത്. വചനം കേട്ട് ഗ്രഹിക്കുന്നവനാണ് നല്ല നിലത്ത് വീണ വിത്ത്. അവൻ 100 മേനിയും 60 മേനിയും 30 മേനിയും ഫലം പുറപ്പെടുവിക്കുന്നു. നാം ധാരാളം വചനം വായിക്കുന്നവരും വചനം കേൾക്കുന്നവരും വചനം ധ്യാനിക്കുന്നവരുമാണ്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഫലം പുറപ്പെടുവിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് ഫലം പുറപ്പെടുവിക്കാൻ കഴിയാതെ വരുന്നത്? അത് നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ എപ്രകാരമാണോ അതനുസരിച്ചാണ് നമുക്ക് ഫലം പുറപ്പെടുവിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളുടെ തരിശു ഭൂമി ഉഴുതുമറിക്കുവിൻ, മുള്ളുകൾക്കിടയിൽ വിത്ത് വിതയ്ക്കരുത് എന്ന് പറയുന്നത്. നമ്മുടെ ഹൃദയമാവുന്ന ഈ തരിശു ഭൂമിയെ ഉഴുതുമറിച്ച് പാപമാലിന്യങ്ങളാവുന്ന മുള്ളുകൾ എടുത്തു മാറ്റി അതിൽ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കുമ്പോഴാണ് നമുക്ക് ഫലം പുറപ്പെടുവിക്കാൻ കഴിയുന്നത്. നാം നമ്മുടെ അവസ്ഥയെക്കുറിച്ച് നല്ല ബോധ്യമുള്ളവരായിരിക്കണം. തിരുവചനം നാം വായിക്കുമ്പോൾ അത് ദൈവം നമ്മോട് ഓരോരുത്തരോടും സംസാരിക്കുന്നതാണ് എന്നുള്ളൊരു ബോധ്യത്തിൽ നാം വചനം വായിക്കാൻ ശ്രമിക്കണം. നാം വചനം കേട്ട് മനസ്സിലാകാതിരിക്കുന്നതിന് അവനിൽ നിന്ന് കേട്ട വചനങ്ങൾ സാത്താൻ, അതായത് ദുഷ്ടൻ, വന്ന് അപഹരിച്ചു കൊണ്ടുപോകും. ഇതാണ് വഴിയരികിൽ വീണ വിത്ത്. തിരുവചനത്തിൽ 4 തരത്തിലുള്ള നിലങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. വഴിയരികിൽ വീണ വിത്ത് ഇത്തരം ആളുകളാണ്. കാരണം വചനം കേട്ടത് മനസ്സിലാകാതിരിക്കുന്നതിന് അവനിൽ നിന്ന് ആ കേട്ട വചനത്തെ സാത്താൻ എടുത്തു മാറ്റുന്നു. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട വിത്ത് ഫലം ചൂടാതെ പോകുകയാണ് ചെയ്യുന്നത്. ചിലരുടെ ഹൃദയം പാറ പോലെ കഠിനമാണ്. അപ്പോൾ വേരില്ലാത്തതിനാൽ ആ കേട്ട വചനങ്ങൾക്ക് ഫലം പുറപ്പെടുവിക്കാൻ കഴിയാതെ വരുന്നുണ്ട്. ചിലരുടെ ഹൃദയം മുള്ളുകളാൽ ഞെരുക്കപ്പെടുന്നവയാണ്. അതായത് ലൗകിക വ്യഗ്രതയും ധനമോഹവും ധനത്തിൻ്റെ ആകർഷണവുമെല്ലാം വചനത്തെ ഞെരുക്കിക്കളയുന്നതിനാൽ ഫലം പുറപ്പെടുവിക്കുവാൻ അത്തരക്കാർക്ക് കഴിയുന്നില്ല. എന്നാൽ നല്ല നിലമ ഉള്ളവരും ഉണ്ട്. ഇത് നല്ല നിലമാവുന്ന ഹൃദയത്തിൽ ദൈവവചനം ഫലം പുറപ്പെടുവിക്കുന്നു. എന്നാൽ നിലം നല്ലതാണെങ്കിൽ പോലും പുറപ്പെടുവിക്കുന്ന ഫലത്തിന് വ്യത്യാസമുണ്ട്. ചിലർ 100 മേനി ഫലം പുറപ്പെടുവിക്കുന്നു, ചിലർ 60 മേനി ഫലം പുറപ്പെടുവിക്കുന്നു, ചിലർ 30 മേനി ഫലം പുറപ്പെടുവിക്കുന്നു. അതായത് വചനം ജീവിതത്തിൽ വരുത്തുന്ന മാറ്റത്തിന് വ്യത്യാസമുണ്ട്. ചിലരുടെ ജീവിതത്തെ മുഴുവനായി മാറ്റിമറിക്കാൻ വചനത്തിന് കഴിയും. അവർ 100 മേനി ഫലം പുറപ്പെടുവിക്കുന്നവരായി മാറും. അവർ വിശുദ്ധരായി മാറുകയും ചെയ്യും. എന്നാൽ ചിലർ 60 മേനി, ചിലർ 30 മേനി ഫലം പുറപ്പെടുവിക്കുന്നു. അത്രയും മാറ്റം മാത്രമേ ആ വ്യക്തികളിൽ വരുന്നുള്ളൂ. നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് കുരിശിൽ ജീവൻ നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച ആ യേശുവിനോട് വിശ്വസ്തതയും സ്നേഹവും ആത്മാർത്ഥതയും ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ നാം ആഗ്രഹിക്കും. കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊരു ദൃഢമായ നിശ്ചയവും നമ്മിൽ ഉണ്ടാകും. അങ്ങനെ നിശ്ചയം വരുമ്പോഴാണ് നമുക്ക് ഫലം പുറപ്പെടുവിക്കാനായിട്ട് കഴിയുന്നത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.